ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വയനാട്ടിലെ ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്താണ്. കൽപ്പറ്റയിലാണ് ഈ ഫ്ലവർ ഷോ നടക്കുന്നത്. ബൈപ്പാസ് റൂട്ടിലാണ് ഈ ഫ്ലവർ ഷോ നടക്കുന്നത്. ഈ കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പോൾ കൽപ്പറ്റ ഫ്ലവർ ഷോ കാണാൻ വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ വളരെയധികം ഭംഗിയാണ് കാണാൻ. വളരെയധികം പൂക്കളും ഒക്കെ ഉണ്ട്. മനോഹരമായ പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ. അതിമനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിറച്ചും പൂക്കളാണ് ഇവിടെയൊക്കെ. തേയിലത്തോട്ടങ്ങളും മലനിരകളും കൊണ്ട് വളരെയധികം പ്രസിദ്ധമായ ഒരു നാടാണ് വയനാട്. ഈ വയനാട്ടിൽ വർഷം തോറും നടക്കുന്ന ഒരു പുഷ്പമേളയാണിത്. വിവിധ ഇനം പൂക്കളുകൾ, വിവിധ ഭക്ഷണ വിഭവങ്ങൾ എന്നിവയൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. വർഷം തോറും നടക്കുന്ന ഒരു ആഘോഷമാണ് ഈ പുഷ്പമേള. ഈ പുഷ്പമേള ഒരു വാർഷിക പരിപാടിയായിട്ടാണ് നടത്തുന്നത്. കളിസ്ഥലങ്ങൾ, മത്സരങ്ങൾ എന്നിവ കുട്ടികൾക്ക് സന്തോഷം പകരാൻ ഈ പുഷ്പമേളയിൽ ഉണ്ട്. സാധാരണയായി ഡിസംബറിലാണ് ഈ ഫ്ലവർ ഷോ എല്ലാ വർഷവും നടന്നു വരുന്നത്. വിവിധ നിറങ്ങളും വിവിധ ആകൃതിയിലുമുള്ള പൂക്കളും ഒക്കെ ഇവിടുന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കലാപരിപാടികൾ കാണുവാനും കലകൾ ആസ്വദിക്കുവാനും ഈ ഫ്ലവർ ഷോയിൽ സാധിക്കും. ഈ കലാപരിപാടിയും സംഗീതവും ഒക്കെ വൈകുന്നേരങ്ങളിലാണ് ഈ പൂപ്പൊലിയിൽ നടത്തപ്പെടുന്നത്. വയനാട് ഫ്ലവർ ഷോ ഒരു പൂക്കളുടെ ഒരു സ്വർഗമാണ്. നിറങ്ങളുടെയും സുഗന്ധങ്ങളുടെയും ഒരു ഉത്സവം. പച്ചപ്പിന്റെ നടുവിൽ വിടർന്ന പൂക്കൾ കാണുമ്പോൾ പ്രകൃതിയുടെ ഭംഗി മനസ്സിലാകും. ഒരു വിസ്മയകരമായ അനുഭവം. ഈ ഫ്ലവർ ഷോ കാണാനുള്ള ടിക്കറ്റ് ചാർജ് 60 രൂപയാണ്. വീൽ ചെയറിൽ ഇരിക്കുന്നവർക്ക് ടിക്കറ്റ് ചാർജ് വേണ്ട. ഈ ഫ്ലവർ ഷോ 30-ാം തീയതി വരെയാണ് ഉള്ളത്. ഡിസംബർ 30 വരെയാണ് ഉള്ളത്. ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 9:30 വരെയാണ് പ്രവേശനം. ഇപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കാണ് വന്നത്. ഇവിടെ നല്ല വെയിലാണ്. അപ്പോൾ ഇപ്പോൾ തിരക്കൊന്നുമില്ല. വൈകുന്നേരം ആൾക്കാരുകളൊക്കെ പറയുന്നതാണ്. റൈഡുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. അതൊക്കെ വൈകുന്നേരങ്ങളിലാണ് ഓപ്പൺ ആവുക. ഇനി ഞാൻ സ്റ്റാളിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ. അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ സ്റ്റാളിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ പൂപ്പൊലിയൊക്കെ കണ്ടുവന്ന് ഞങ്ങളൊരു ഐസ്ക്രീം കടയിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ പലതരം ഐസ്ക്രീമുകൾ കിട്ടുന്നതാണ്. അപ്പോൾ ചൂടൊക്കെ എടുത്തു വന്ന് ഞാനൊരു ഐസ്ക്രീം കഴിക്കുകയാണ് ഇപ്പോൾ. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.